ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മിനി മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇനി പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. 2024 പുരുഷ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് നേടിയത് രോഹൻ ബൊപ്പണ്ണ. 2024 പുരുഷ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് നേടിയത് രോഹൻ ബൊപ്പണ്ണയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലേങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലേങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയ താരങ്ങൾ മാത്യു എബ്ഡനും രോഹൻ ബൊപ്പണ്ണയും. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയ താരങ്ങൾ മാത്യു എബ്ഡനും രോഹൻ ബൊപ്പണ്ണയും. പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. 2024 പുരുഷ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് നേടിയത് രോഹൻ ബൊപ്പണ്ണയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലേങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയ താരങ്ങൾ മാത്യു എബ്ഡനും രോഹൻ ബൊപ്പണ്ണയുമാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3, 4 ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിരുന്ന മേഖലകളാണ് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിരുന്ന മേഖലകളാണ് കൃഷിയും ജലസേചനവും വൈദ്യുതീകരണവും. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്നും ഹാരോൾഡ് ഡോമർ പദ്ധതി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കാർഷിക പദ്ധതി, ഹാരോൾഡ് ഡോമർ പദ്ധതി എന്നിവ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് മലയാളിയായ KN രാജാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് മലയാളിയായ KN രാജാണ്. പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിരുന്ന മേഖലകളാണ് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവ. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് കാർഷിക പദ്ധതിയും ഹാരോൾഡ് ഡോമർ പദ്ധതി എന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് മലയാളിയായ KN രാജാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം കരസ്ഥമാക്കിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രീതി രജക്. പ്രീതി രജക്കാണ് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം കരസ്ഥമാക്കിയത്. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം കരസ്ഥമാക്കിയത് പ്രീതി രജക്കാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മർദ്ദന നയങ്ങൾക്കുമെതിരെ നടന്ന സമരമാണ് മൊറാഴ സമരം. അപ്പോൾ മൊറാഴ സമരം രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മർദ്ദന നയങ്ങൾക്കുമെതിരെ നടന്ന സമരമാണ്. 1940 കണ്ണൂരിലാണ് മൊറാഴ സമരം നടന്നത്. അപ്പോൾ മൊറാഴ സമരം 1940 കണ്ണൂരിലാണ് നടന്നത്. മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് KPR ഗോപാലൻ. അപ്പോൾ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് KPR ഗോപാലൻ. പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മർദ്ദന നയങ്ങൾക്കുമെതിരെ നടന്ന സമരമാണ് മൊറാഴ സമരം. 1940 കണ്ണൂരിലാണ് മൊറാഴ സമരം നടന്നത്. മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് KPR ഗോപാലൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 5ഉം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന കലയാണ് നാഡീകല.
ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന കലയാണ് നാഡീകല. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലയാണ് യോജകകല. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലയാണ് യോജകകല. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജകകല. അപ്പോൾ യോജകകലയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകൾ. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന കലയാണ് നാഡീകല. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലയാണ് യോജകകല. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജകകല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം എന്നത് ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമായിരുന്നു. മൂന്നാമത്തത് 1746 മുതൽ 1748 വരെയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1746 മുതൽ 1748 വരെയാണ്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. 1746 മുതൽ 1748 വരെയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് ഇമ്മാനുവൽ മക്രോ. ഇമ്മാനുവൽ മക്രോ ആയിരുന്നു 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ഇമ്മാനുവൽ മക്രോ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ് ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരളം. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ആദ്യ കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത്? കേരളത്തിലാണ്. അടുത്ത ചോദ്യം. 2024 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ചിത്രം? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2018. 2024 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്ന ചിത്രം 2018. ഇപ്പോൾ 2018 2024 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി. അടുത്ത ചോദ്യം. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 14. കേരളത്തിൽ 14 പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. അപ്പോൾ കേരളത്തിലെ പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം 14 ആണ്. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2005. 2005 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ചത് 2005. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ മലയാളം ഫോണ്ട് അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഏരിയൽ. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ മലയാളം ഫോണ്ട് അല്ലാത്തത് ഏരിയലാണ്. രചന, കാർത്തിക, ലീല ഒക്കെയാണ് മലയാളം ഫോണ്ട്. അപ്പോൾ മലയാളം ഫോണ്ട് ഏതൊക്കെയാണ്? രചന, കാർത്തിക, ലീല. അടുത്ത ചോദ്യം. കീനോട്ട് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആപ്പിൾ. കീനോട്ട് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ആപ്പിളാണ്. അപ്പോൾ ആപ്പിളാണ് കീനോട്ട് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത്. അടുത്ത ചോദ്യം നോക്കാം. കവിതയും നാടകവും സമന്വയിപ്പിച്ചുകൊണ്ട് മൊഴിയാട്ടം എന്ന കലാരൂപം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സുരാസു. സുരാസു ആണ് കവിതയും നാടകവും സമന്വയിപ്പിച്ചുകൊണ്ട് മൊഴിയാട്ടം എന്ന കലാരൂപം അവതരിപ്പിച്ചത്.
കവിതയും നാടകവും സമന്വയിപ്പിച്ചുകൊണ്ട് മൊഴിയാട്ടം എന്ന കലാരൂപം അവതരിപ്പിച്ചത് സുരാസു ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കോൺഗ്രസ് സമ്മേളനങ്ങളും അവയുടെ അധ്യക്ഷന്മാരും തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. നോക്കാം. 1885 ബോംബെ WC ബാനർജി, 1897 അമരാവതി സി ശങ്കരൻ നായർ, 1917 കൊൽക്കത്ത ആനി ബെസന്റ്, 1929 ലാഹോർ ജവഹർലാൽ നെഹ്റു. അപ്പോൾ 1885 ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. 1897 അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സി ശങ്കരൻ നായർ ആയിരുന്നു. 1917 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആനി ബെസന്റ് ആയിരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1885 ബോംബെ WC ബാനർജി, 1897 അമരാവതി സി ശങ്കരൻ നായർ, 1917 കൊൽക്കത്ത ആനി ബെസന്റ്, 1929 ലാഹോർ ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയ് ആണ് കേഴ്സൺ പ്രഭു. അപ്പോൾ കേഴ്സൺ പ്രഭു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയ്. അടുത്ത ചോദ്യം. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മിസോപാസ്. അപ്പോൾ മിസോപാസ് ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന ഭാഗം. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന ഭാഗം മിസോപാസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 0.037. 0.037% ആണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 0.037%. അടുത്ത ചോദ്യം. സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ കൗൺസിലിങ്ങും നിയമസഹായവും പോലീസ് സഹായവും നൽകുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ആണ്. കാതോർത്ത്. സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ കൗൺസിലിങ്ങും നിയമസഹായവും പോലീസ് സഹായവും നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത്. അപ്പോൾ കാതോർത്ത് എന്ന പദ്ധതിയിലൂടെയാണ് സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ കൗൺസിലിങ്ങും നിയമസഹായവും പോലീസ് സഹായവും നൽകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അന്തിമ അപ്പീൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സുപ്രീം കോടതി. സുപ്രീം കോടതിയിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അന്തിമ അപ്പീൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അന്തിമ അപ്പീൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ താരങ്ങളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാഡ്മിൻ്റൺ. 2024 ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ താരങ്ങളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബാഡ്മിൻ്റൺ താരങ്ങളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും 2024 ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടി. അടുത്ത ചോദ്യം. 2006 രൂപീകരിച്ച ബ്രിക് കൂട്ടായ്മയിലെ സ്ഥാപക അംഗം അല്ലാത്ത രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇറാൻ. 2006 രൂപീകരിച്ച ബ്രിക് കൂട്ടായ്മയിലെ സ്ഥാപകാംഗം അല്ലാത്ത രാജ്യമാണ് ഇറാൻ. 2006 രൂപീകരിച്ച ബ്രിക് കൂട്ടായ്മയിലെ സ്ഥാപക അംഗം ആയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, ചൈന, ഇന്ത്യ. അപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും 2006 രൂപീകരിച്ച ബ്രിക് കൂട്ടായ്മയിലെ സ്ഥാപകാംഗങ്ങൾ ആയ രാജ്യങ്ങളാണ്. അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹരിശ്രീ ബാലപാഠം, ആചന്ദ്ര താരം, എക്കാലവും,
അഞ്ചാം പത്തി ഒറ്റുകാരൻ, ആലത്തൂർ കാക്ക ആശിച്ചുകാലം കഴിക്കുന്നവൻ. അപ്പോൾ ഹരിശ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം ബാലപാഠം, ആചന്ദ്ര താരം എല്ലാ കാലവും, അഞ്ചാം പത്തി എന്നാൽ ഒറ്റുകാരൻ, ആലത്തൂർ കാക്ക എന്നാൽ ആശിച്ചുകാലം കഴിക്കുന്നവൻ. അപ്പോൾ ഹരിശ്രീ എന്നാൽ ബാലപാഠം, ആചന്ദ്ര താരം എക്കാലവും, അഞ്ചാം പത്തി ഒറ്റുകാരൻ, ആലത്തൂർ കാക്ക ആശിച്ചുകാലം കഴിക്കുന്നവൻ. അടുത്ത ചോദ്യം, വെള്ളത്തിൽ വരയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രയോജനമില്ലാത്ത പ്രവൃത്തി. വെള്ളത്തിൽ വരയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം പ്രയോജനമില്ലാത്ത പ്രവൃത്തി എന്നാണ്. പ്രയോജനമില്ലാത്ത പ്രവൃത്തി എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് വെള്ളത്തിൽ വരയ്ക്കുക എന്നത്. അടുത്ത ചോദ്യം, അടിക്കലം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ദോഷം വരുത്തുക. അടിക്കലം വലിക്കുക എന്നതിൻ്റെ അർത്ഥം ദോഷം വരുത്തുക എന്നാണ്. അടിക്കലം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ദോഷം വരുത്തുക എന്നാണ്. അടുത്ത ചോദ്യം, അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിവേചന ബുദ്ധിയില്ലാത്ത. അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ശൈലിയുടെ അർത്ഥം വിവേചന ബുദ്ധിയില്ലാത്ത എന്നതാണ്. അടുത്ത ചോദ്യം മുതൽ ഇംഗ്ലീഷാണ്. 27ാമത്തെ ചോദ്യം, ആഫ്റ്റർ ദേ ഡാഷ് ദ ഷെൽഫിഷ് ദ ബിഗാൻ ടു ഫീൽ സിക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹാഡ് ഈറ്റൻ. ആഫ്റ്റർ ദേ ഹാഡ് ഈറ്റൻ ദ ഷെൽഫിഷ് ദേ ബിഗാൻ ടു ഫീൽ സിക്ക്. 28ാമത്തെ ചോദ്യം, വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ കഫേ സൂസൻ ഡാഷ് എ കേക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, had already eaten. When I arrived at the cafe, Susan had already eaten a cake. അടുത്ത ചോദ്യം നോക്കാം. I dash my watch because it is being fixed. ഉത്തരം ഓപ്ഷൻ ബി ആണ്, I am not wearing. I am not wearing my watch because it is being fixed. 30ാമത്തെ ചോദ്യം, I dashed about you when I received your email. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് യു വെൻ ഐ റിസീവ്ഡ് യുവർ ഇമെയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ മോക്ക് ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് 25 ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.